ജിയോ ഹോട്ട്സ്റ്റാറിൽ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ബിക്കമിങ് വാരൻ ബഫറ്റ്. 2017 ഇത് പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. HBO അണ്ടറിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്ററി പറയുന്നത് വാരൻ ബഫറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതശൈലിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആരാണ് വാരൻ ബഫറ്റ്? അദ്ദേഹം അമേരിക്കയിലെ ഒരു നിക്ഷേപകർക്കിടയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കോടീശ്വരനാണ് അദ്ദേഹം. അമേരിക്കയിലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ബർക്ക്ഷയർ ഹാത്വേ എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ് അദ്ദേഹം. അപ്പം ലോകത്തിലെ തന്നെ ചുരുക്കം ചില കോടീശ്വരന്മാരുടെ പേരെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവും എന്തായാലും. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതശൈലിയാണ് ഈ ഒരു ഡോക്യുമെന്ററിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ, ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു സ്ഥാനത്ത് എത്തിയത്. ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിട്ടല്ല. കാരണം ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇദ്ദേഹം ഇഷ്ടപ്പെടുകയും അത് എങ്ങനെ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ ഇദ്ദേഹം ജീവിതത്തിൽ പുലർത്തുന്ന സത്യസന്ധത, അങ്ങേയറ്റത്തെ ഏകാഗ്രത, ഇതേക്കുറിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്ററിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും അതല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു എംപയർ കെട്ടിപ്പടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പണക്കാരുടെ ഇടയിലുള്ള ഒരു സ്വാർത്ഥത, അതല്ലെങ്കിൽ ഒരു കുടില ബുദ്ധി, അത്തരം കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ഡോക്യുമെന്ററിയിൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഇദ്ദേഹം 2 റൂൾ പറയുന്നുണ്ട്. നെവർ ലൂസ് യുവർ മണി, അതാണ് അയാളെ ഫസ്റ്റ് റൂള്. പിന്നെ റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് നെവർ ഫോർഗെറ്റ് റൂൾ നമ്പർ 1, അതായത് ആ നമ്പർ 1 ആയിട്ടുള്ള ആ റൂൾ ഒരിക്കലും മറക്കരുത് എന്നത്. അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത് ഇയാളെ സക്സസിന് കാരണമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ പണം നിയന്ത്രിക്കുന്നില്ല എന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നും ഇയാൾക്കില്ല. അതുകൊണ്ട് തന്നെ സമ്പത്തിന്റെ ഒരു ശതമാനം ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം മാറ്റി വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് പ്രണയകഥ പോലെ തന്നെ മനോഹരമാണ്. അപ്പോൾ അവരുടെ ഒക്കെ ഒരു സമ്മതത്തോടു കൂടിയാണ് അവരുടെ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള 2ാം ഭാര്യ കടന്നു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്ററി ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബിസിനസ് ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ ബിസിനസ് തത്വങ്ങളോടൊപ്പം അതിനേക്കാൾ ഉപരി പുലർത്തേണ്ട ജീവിതത്തിലെ മറ്റു പ്രാധാന്യമറ്റ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഡോക്യുമെന്ററി കൂടെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ഈ വാരൻ ബഫറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല. അങ്ങനെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ.